ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് സംഭവം. 5-6 പീസ് ചിക്കൻ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്തതാണ്. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ നമ്മളെ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ക്യാരറ്റാണ് ഇതിലേക്ക് ആവശ്യം. അതിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, മുളക് എല്ലാം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇനി ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതോ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളെ എരിവിന് ആവശ്യമുള്ള ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2 ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാനുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണേ. ആ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം ബോൾസാക്കി എടുക്കുന്നില്ലേ, ആ രൂപത്തിൽ തന്നെയാണ് ബോൾസാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കുറച്ച് പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന അതുപോലെ തന്നെയാണ് നമുക്കിതും പരത്തിയെടുക്കേണ്ടത്. ഇനി ആ വലിപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി എടുക്കാം. ഇതുപോലെയാണ് എല്ലാ സൈഡ് വശവും നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണേ, പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ഒന്നുകൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്കിതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് മസാല ചേർത്ത് നമുക്ക് അതുപോലെ തന്നെ മടക്കിയെടുക്കാം. ഇത് നമുക്ക് പ്ലേറ്റിൽ വെക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാതെ കിട്ടും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഓയിലോ നമുക്ക് ചേർത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവൊക്കെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ചായതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിടുന്നതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണേ. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം നമുക്കിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് വശം കൂടി നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കണേ. ഇതുപോലെ എന്നാൽ നമുക്ക് എല്ലാ വശവും നല്ലോണം ആക്കിയിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലോണം ആക്കിയിട്ടിട്ടുണ്ട്. ആയതൊക്കെ നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ അടുത്തതും കൂടി എല്ലാം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ ഉൾവശമൊക്കെ അത്രയും നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് സോസൊക്കെ ചേർത്തിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.